ഇ.പി. ജയരാജൻ ശരിക്കും BJP പോകാൻ ശ്രമിച്ചത് തന്നെയാണോ? എനിക്കൊരു സംശയം. അദ്ദേഹത്തിൻ്റെ രാവിലത്തെ വിശദീകരണം കേൾക്കുമ്പോൾ പ്രകാശ് ജാവദേക്കർ തന്നെ വന്നു കണ്ടു എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഇവർ തമ്മിലൊരു സൗഹൃദമൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പിറന്നാൾ ആഘോഷമാണെന്ന് അറിഞ്ഞിട്ട്, മകൻ ചെറിയ കുട്ടിയൊന്നുമില്ല, വലിയ ആളാണ്, ആ കുളത്ത് സ്വന്തം ഫ്ലാറ്റൊക്കെ ഉള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ് ഒരു സൗഹൃദവും ഇല്ലാത്ത കേരളത്തിൻ്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രിയായ പ്രകാശ് ജാവദേക്കർ അങ്ങോട്ട് ചെന്ന് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമില്ലേ? കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പല സാധ്യതകൾ ആരായുകയാണ്. ഇ.പി. ജയരാജൻ, നമ്മൾ പൊതുവെ സുനിലെ ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു ക്ലാസിക് കൊട്ടേഷൻ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെയെല്ലാം ഒറ്റ വാചകത്തിൽ 19-ാം നൂറ്റാണ്ടിലൊരു വലിയ റൈറ്റർ വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ ഫലവൃക്ഷത്തിലെ കിളികളാണ്. ഇപ്പോൾ കൂടുകൂട്ടി വസിക്കുന്ന പൂമരം ഓട് വീഴുന്നു എന്ന് തോന്നിയാൽ വേറൊരു പൂമരം തേടി പറന്നു പോകുന്ന കിളികളാണ് എല്ലാ നേതാക്കളും. അതിന് ആദർശഭേദങ്ങളൊന്നുമില്ല. ഒരു ജന്മനാ ഒരു രാഷ്ട്രീയക്കാരനും ഭാഗ്യാന്വേഷിയും സുന്ദരമായ അവസരങ്ങൾ തേടുന്ന ഒരാളുമായ ഇ.പി. ജയരാജനെ പോലെ ഒരു നേതാവ് ഒരു സാധ്യത ആരാഞ്ഞതിനെന്താ തെറ്റ്? അല്ല, അതിൻ്റെ ഒരു സാധ്യത ആരായുമ്പോൾ കേരളത്തിലെ ഭരണകക്ഷി CPM-ൻ്റെ പ്രമുഖനായ നേതാവാണ്. ശോഭയുടെ ഭാഷയെ പറഞ്ഞാൽ, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെയാണെങ്കിൽ പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള ആളാണ്, കണ്ണൂരുകാരനാണ്, കേരളത്തിലെ CPM-ൻ്റെ മുന്നണിയായ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വലിയ സേയുള്ള മനുഷ്യനാണ് ജയരാജൻ. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അല്ല, അദ്ദേഹത്തിന് ആകെയുള്ള പരാതി അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റിയില്ല. ഗോവിന്ദനെ ആക്കിയതിൽ പുള്ളിക്ക് കെറുവുണ്ട്. കേരളത്തിലെ ഇടതു മുന്നണിയുടെ കൺവീനറാണ്. അപ്പോൾ അത്രയും പൊസിഷനിലിരിക്കുന്ന ആൾക്ക് വേറെ എന്ത് ഫലമാണ് കിട്ടേണ്ടത്? അദ്ദേഹം മുൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു. ചെറിയ ഒരു ചിറ്റപ്പൻ വിവാദം വന്ന് അദ്ദേഹത്തിന് അത് രാജിവെക്കേണ്ടി വന്നു. അതിനേക്കാൾ ഗുരുതരമായ പല കുറ്റകൃത്യങ്ങളും ചെയ്തവരൊക്കെ ഈ മന്ത്രിസഭയിലും മുൻ മന്ത്രിസഭയിലും തുടരുകയും ചെയ്തു. അതെ, പിണറായി ഒരു പക്ഷപാതിത്വം കാണിച്ചു എന്നുള്ള പരാതി അന്നേ ഉണ്ട്. അന്ന് അദ്ദേഹത്തെ നിലനിർത്താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേക സഹായമൊന്നും പിണറായി ചെയ്തില്ല. അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ എന്നുള്ള മൗനമായി ഭാഷിക്കുന്നത് പോലെ ഇ.പി. ജയരാജൻ അന്ന് വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ജലീലിന് കൊടുത്ത കരുതലൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റു പലർക്കും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. അതേസമയത്ത് ജയരാജൻ അത് രാജിവെച്ചിട്ട് പോയി. പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് തിരിച്ചു വരാൻ പറ്റിയത്? അപ്പോൾ തിരിച്ചു വന്നിട്ടും രണ്ടാമത്തെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ബർത്തില്ല. അതുപോട്ടെ, അദ്ദേഹം കേരളത്തിൽ ഇ.പി. ജയരാജന് തോന്നില്ലേ അദ്ദേഹം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണെന്ന്? അല്ലേ? ഒരു മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനായ ഒരു CPM നേതാവാണ് താൻ എന്ന ധാരണ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് കണ്ണൂരും കേരളത്തിലുടനീളവും. പക്ഷേ BJP-യോടെ പോയാൽ ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. അല്ല, മുഖ്യമന്ത്രിയാകുകയല്ല. BJP എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ അത് വേറൊരു പൂമരമാണ്. ആ പൂമരം ഈ അടുത്തെങ്ങും പോടുവന്ന് വീഴാൻ പോകുന്നില്ല. ഇന്ത്യയിൽ നിലവിലുള്ള മറ്റ് പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ കോൺഗ്രസ്സിലേക്ക് ഇ.പി. ജയരാജനോ വേറൊരു നേതാവിനോ പോകാൻ പറ്റുമോ? കോൺഗ്രസ്സിൽ നിന്ന് എല്ലാ ദിവസവും കൂട്ടപലായനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്, ചെറിയൊന്നും വലുതും. വലിയ അനിശ്ചിതത്വമുള്ള പാർട്ടിയാണ്. അതെ. അപ്പോൾ കുറച്ചുകൂടെ ഒരു സുരക്ഷിതമായ താവളം BJP ആയി തീരാം. പിന്നെ BJP ഉയർത്തുന്ന രാഷ്ട്രീയം, മോഡിയുടെ 10 വർഷത്തെ ഭരണത്തിലൂടെ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ടാക്കിയെടുത്ത ആഗോള മാന്യത, ഇനിയും ആ പാർട്ടിക്കുണ്ടാകാവുന്ന ഭാവി, അതിന് പിൻബലമേകുന്ന ഒരു വലിയ ആദർശ പ്രസ്ഥാനം RSS എന്ന പ്രസ്ഥാനം. ഈ RSSനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിൽ 90% കള്ളമാണെന്ന് അവർക്കെങ്കിലും അറിയാമല്ലോ. മറ്റാർക്കും അറിയില്ലെങ്കിലും ഇ.പി. ജയരാജനത് ഭംഗിയായിട്ടറിയാം. അല്ലേ? RSSനെ കുറിച്ച് നമ്മൾ പ്രചരിപ്പിക്കുന്നതിൽ 90% ഫേക്കാണ്. അപ്പോൾ അതെല്ലാം അറിയാവുന്ന ഒരാൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കില്ലേ? അദ്ദേഹം തിരിച്ചറിവ്
പ്രകടിപ്പിക്കില്ലേ? അപ്പോൾ ഭാവി നോക്കില്ലേ? പക്ഷേ വേറെ കാര്യമുണ്ട്. ഞാൻ കേട്ടത്, ഞാൻ സാർ അറിഞ്ഞൊന്നറിയില്ല, ജയരാജൻ്റെ കണ്ടീഷൻസിലൊന്ന് അല്ലെങ്കിൽ ഓഫറുകളിലൊന്ന് ഗവർണർഷിപ്പായിരുന്നു. ഗവർണറാക്കാം ഏതെങ്കിലും സംസ്ഥാനത്ത്. ഓക്കെ, അദ്ദേഹം അങ്ങനെ കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു ബർത്ത് കിട്ടി. പിന്നെ CPM ഒരാൾ വിട്ടുപോയാൽ, ജയരാജനെ പോലെ ഒരാൾ വിട്ടുപോയാൽ CPM സഹിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് നേരെ കായികമായ ആക്രമണം വരെ ഉണ്ടാവാം. അപ്പോൾ ഒരു ഗവർണറായ സേഫായി, അടുത്ത 6 വർഷം സേഫാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ ഒരു ഖേദം തീർക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ചോദ്യം, BJPക്ക് എന്താ ഗുണം? BJPക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവിനെ കിട്ടുന്നതോടെ അതിൻ്റെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ് ഉള്ളത്? എല്ലാവരും പറയും കേരളത്തിൽ നിന്ന്, കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു സരസൻ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് കുറച്ചാളുകൾ ഡൽഹി പോയിരിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ ആകും, കുറച്ചാളുകൾ തിരുവനന്തപുരത്തിരിക്കുമ്പോൾ അത് സ്റ്റേറ്റ് കമ്മിറ്റി ആകും. അവർ തിരിച്ചു വന്നാൽ ജില്ലാ കമ്മിറ്റി കൂടുന്നതും കണ്ണൂരിലിരുന്നാണ്. ഈ തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇതിൻ്റെ ഭാവി എന്താണെന്നറിയാം അദ്ദേഹത്തിന്. പിന്നെ ഇതൊരു പുതിയ കാര്യമല്ല. സോമനാഥ് ചാറ്റർജി പോയില്ലേ? സോമനാഥ് ചാറ്റർജിയെ പോലെ ബംഗാളിൽ നിന്നുള്ള ഒരു പ്രമുഖൻ, ഏറ്റവും മികച്ച CPMൻ്റെ പാർലമെൻറ്റേറിയൻ, പാർട്ടി വിട്ടു പോയില്ലേ? എന്നിട്ട് അദ്ദേഹം പാർട്ടിയെ ധിക്കരിച്ച് പ്രകാശ് കാരാട്ടിൻ്റെ അന്ത്യശാസനം വകവയ്ക്കാതെ ലോക്സഭാ സ്പീക്കറായി. ലോക്സഭാ സ്പീക്കറായിരുന്നിട്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ. അദ്ദേഹം ബംഗാളിൽ അല്ല, അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. ഇപ്പോൾ EP ജയരാജൻ വന്നാൽ അദ്ദേഹം ഒരു ഗവർണർ ആകുമായിരിക്കും. അല്ല, ഗവർണറാകുകയാണോ? അല്ല, ഒരു ബർത്ത് കിട്ടും. ചോദിച്ചത് BJPക്ക് എന്ത് കിട്ടും? BJPക്ക് എന്ത് കിട്ടും? BJPക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആശയഭിന്നത മുതലെടുക്കുവാനുള്ള ഏറ്റവും വലിയ അവസരം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി. ആ ഹിന്ദു പാർട്ടി തകരുന്നതാണ് BJPയുടെ വളർച്ചയ്ക്കുള്ള മണ്ണ്. BJP കേരളത്തിൽ വളരാത്ത എന്താ? ഇപ്പോഴും ഹിന്ദു പാർട്ടി ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും CPM ശക്തമായതുകൊണ്ടാണ്. അത് ശരിയാണ്. അതൊരു പുതിയൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അതിൻ്റെ ഒരു എതിർവാദം എന്ന് പറയുന്നത്, ജയരാജൻ പോയാൽ ജയരാജനൂടെ പോകാൻ ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാവില്ല, ഒരു ഏരിയ കമ്മിറ്റി, ഒരു ലോക്കൽ കമ്മിറ്റി പോലും കൂടെ പോകാൻ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒരു വ്യക്തി എടുത്തിട്ട് BJPക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും? പക്ഷേ അത് CPMനകത്ത് വലിയൊരു അങ്കലാപ്പ് സൃഷ്ടിക്കും. മറ്റു പലർക്കും പ്രചോദനമാകുന്നത് കൂടാതെ EP ജയരാജനെ പോലെ നമ്മൾ 4 ദശാബ്ദം കൊണ്ടു നടന്ന ഒരു നേതാവ് കൈവിട്ടു പോകുന്നു. ഈ നേതാവിനെ ഇതിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിൽ ഇതിനകത്ത് അന്തഃഛിദ്രമുണ്ട്. അത് പാർട്ടിക്ക് കേരളം മുഴുവൻ, പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കും. കേരളം മുഴുവൻ വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ MP രാഘവൻ പോയി, KR ഗൗരിയമ്മ പോയി, എന്നിട്ടൊന്നും സംഭവിച്ചു. അത് നേരത്തെ വേറെയും ചെറിയ നേതാക്കൾ ഒരുപാട് പേര് പോയി. ചാത്തുണ്ണി മാസ്റ്റർ മുതൽ PV കുഞ്ഞിക്കണ്ണൻ വരെ പുറത്താക്കപ്പെട്ടു. ഇവരൊക്കെ പോയിട്ടും പാർട്ടിക്കൊന്നും പറ്റിയില്ല എന്ന് പറയും. അന്ന് അവർ പ്രവർത്തിക്കുന്ന കാലത്ത് അവരൊക്കെ വലിയ ആളുകളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പോയിട്ടൊന്നും സംഭവിച്ചില്ല. അന്നത്തെ പോലെയല്ല, 20 വർഷം മുമ്പുള്ള പാർട്ടിയല്ല. ഗൗരിയമ്മ പോയ കാലത്ത്, ഗൗരിയമ്മ പോകുമ്പം ഗൗരിയമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞിരുന്നു. അതുപോലെയല്ല, EP ജയരാജന് ഇനിയൊരു 20 വർഷം സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അദ്ദേഹം ഗവർണർ പോലുള്ള ഒരു അലസമായ ജോലി അല്ല പാർട്ടിയിൽ സ്വീകരിക്കേണ്ടത്. ഊർജ്ജസ്വലനായി രംഗത്ത് മത്സരിച്ചും പ്രവർത്തിച്ചും അല്ല, അങ്ങനെ മത്സരിച്ചാൽ MP രാഘവനെ ട്രീറ്റ് ചെയ്തതുപോലെ ഈ ഒരു കാരണവശാലും ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും EP ജയരാജൻ BJP സ്ഥാനാർത്ഥിയായി ജയിക്കരുത് എന്നുള്ള വാശിയോടെ CPM പ്രവർത്തിക്കും. CPM എത്ര കാലം ഉണ്ടാവും? ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, ഇന്ന് കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. പിണറായി വിജയനും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണല്ലോ വോട്ടായിട്ട് ഇപ്പോൾ പെട്ടിയിൽ വീണുകൊണ്ടിരുന്നത്, അല്ലേ? എന്ന് പറയാൻ പറ്റുമോ? തീർച്ച. അത് ഉറപ്പല്ലേ? നമുക്ക് 4-ാം തീയതി അറിയാമല്ലോ. ഈ സർക്കാരിനെതിരായ ജനവികാരം ഏറ്റവും ഗംഭീരമായി വോട്ടർമാർ പ്രതിഫലിപ്പിക്കുന്ന ഒരു അവസരമാണ് ഈ വോട്ടെടുപ്പ്. അതുകൂടെ കഴിയുമ്പോൾ EP ജയരാജനല്ല, CPMനകത്തു നിന്ന് വേറെ ആളുകളും പോകും. അത് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകും. പക്ഷേ ഇത് അബോർട്ട് ചെയ്ത് പോയല്ലോ. ഇത് തൽക്കാലം അബോർട്ട് ചെയ്തു. ഇത് പുറത്തായപ്പോൾ ഇത് ഇല്ലെങ്കിൽ EP ജയരാജനെ ജീവഭീഷണി ഉയർത്തും എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ജീവഭീഷണിയൊക്കെ ഉണ്ടാവും. ജീവഭീഷണി ഉണ്ടെങ്കിൽ അതിനെ നേരിടാനും അതിനകത്ത് BJP വന്നിട്ട് ജീവഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് BJP നോക്കും.
വേണ്ടി വന്ന കേന്ദ്ര സേനയുടെ പ്രൊട്ടക്ഷൻ വരെ കൊടുക്കും. പിന്നെ RSS അവർ പറയുന്ന RSS മിലിറ്റൻ്റ് എന്നല്ലേ പറയും. അപ്പോൾ അവർക്ക് ഒരു നേതാവിനെ സംരക്ഷിക്കാനാണോ പാട്? പിന്നെ ചന്ദ്രശേഖരൻ എന്താ അങ്ങനെ കൊടുക്കാവോ എന്ന് ചോദിക്കാം. ചന്ദ്രശേഖരൻ പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, അത് ദുർബലമായിരുന്നു. അവർക്ക് ഒരു ആളെ സംരക്ഷിക്കാൻ അല്ല, BJPയുടെ ബാധ്യതയല്ല ചന്ദ്രശേഖരനെ സംരക്ഷിക്കേണ്ട. അല്ല, BJP മാത്രമല്ല ഇവിടുത്തെ സംരക്ഷണ കോലം. അതേസമയത്ത് ആ പാർട്ടിക്ക് അങ്ങനെ ഒരു ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല. പക്ഷേ BJPക്ക് നമ്മുടെ വെള്ളാപ്പള്ളിക്ക് വരെ കേന്ദ്രസേനയുടെ സംരക്ഷണമുണ്ട് എന്ന് പറഞ്ഞ പോലെ 2-3 സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊടുക്കാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ജയരാജൻ ഇപ്പോൾ തന്നെ കേരള പോലീസിൻ്റെ ഒരു ഗൺമാൻ ഉണ്ടെന്ന് തോന്നുന്നു. ജയരാജന് പണ്ട് വെടിയേറ്റതിനെ തുടർന്ന്. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഈ ബൂമറാങ് പോലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്ദകുമാറിനെ ഇറക്കിയത് അനിൽ ആൻ്റണിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് AK ആൻ്റണിക്കെതിരെ കോൺഗ്രസിനെതിരെ ചെല്ലുന്ന സ്ഥിതി ഉണ്ടായി, എല്ലാവരും വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ വന്നു. അതിപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് CPM-ന് നേരെ വന്നു. അപ്പോൾ എല്ലാം തിരിച്ചു കൊണ്ടു. അപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കി CPM-ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവരൊരു കളി കളിച്ചത് പാളിപ്പോയോ? അല്ല, CPM കളിച്ചാണെങ്കിൽ ശോഭയ്ക്കെതിരെ മറ്റേ 10 ലക്ഷം രൂപ വിവാദമായിട്ടാണല്ലോ വന്നത്. അത് എന്താണെന്നുള്ളത് വിശദീകരിച്ചപ്പോൾ ശോഭ അതിൻ്റെ ബാക്കി കാര്യം തിരിച്ചു പറഞ്ഞു, അടുത്ത അധ്യായം കൂടെ പറഞ്ഞു. അത് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലൊരു സത്യമായിരുന്നു. അപ്പോൾ കാരണം ജാവദേക്കർ പോയ ഫ്ലാറ്റിൽ പോയി സംസാരിച്ചു. അല്ല, ജയരാജന് പോലും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ ഇതിൻ്റെ വീഡിയോഗ്രാഫോ ഫോട്ടോഗ്രാഫോ ഒക്കെ കാണും. അതുണ്ടാവും. അതുകൊണ്ടാണ് ജയരാജൻ ഞാൻ അവിടെ പോയതാണ്, മകൻ്റെ ബർത്ത്ഡേക്ക് ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് കയറിയതാണ് എന്നൊക്കെ പറയുന്നത്. വീട്ടിൽ വന്ന ആളിനെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഹോംവർക്ക് പലതും നടന്നു. അതെ 3 സ്ഥലത്ത് മീറ്റ് ചെയ്തു എന്ന് ശോഭ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ജയരാജൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ ജയരാജനെ പോലെ അത്രയും സ്റ്റേച്ചറുള്ള ഒരു നേതാവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി നന്ദകുമാറിനെയാണ് കുറ്റപ്പെടുത്തിയത്. പാപിയുടെ കൂടെ നടന്നാൽ ശിവരും പാപിയാവും, ഇയാൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതാണ്. ലാവ്ലിൻ കേസിലുള്ള അയാളുടെ താല്പര്യം എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റ് ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരാളെയും കൊണ്ട് നടന്നാൽ, പക്ഷേ അതിനും വേറൊരു ന്യായം വന്നിരിക്കുന്നു. ജയരാജൻ ശ്രമിച്ചത് നന്ദകുമാറിൻ്റെ സേവനം ലാവ്ലിൻ കേസിൽ ലോബി ചെയ്യാനായിട്ട് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അത് പിണറായിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ജയരാജൻ പിണറായിയുടെ ലോയലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ജയരാജന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ആയുധം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന നന്ദകുമാർ ഉണ്ടാക്കിയ അടുത്തൊരു നാറേറ്റീവാണ്. അതെ. പക്ഷേ ഇതിനകത്തുള്ള ഒരു കൺക്ലൂഡിങ് പോയിൻ്റ് ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടെ ഇടത് വലത് മുന്നണികളിൽ നിന്ന് വമ്പിച്ച ഒരു ഒഴുക്ക് BJPയിലേക്കുണ്ടാവും. ഇപ്പോൾ പിന്നെ കോൺഗ്രസ്സിലുള്ള പല നേതാക്കളും നിശബ്ദരാണല്ലോ. സുധാകരനാണ് ജയരാജൻ്റെ പേര് വെളിപ്പെടുത്തിയത്. ഈ ശോഭ ആദ്യം പേര് പറയാതിരുന്നിട്ട് സുധാകരൻ്റെ പാർട്ടിയിൽ നിന്ന് എത്ര പേര് 2 മാസത്തിനകം BJP ചേർന്ന് എന്ന് ചോദിച്ചാൽ മതി. കണ്ടിരിക്കാം, നമുക്ക് കാത്തിരിക്കാം, കാണാം.